എടി ഇവിടെ നല്ല ഫുഡാ, വാ കഴിച്ചിട്ട് പോവാം. എടി നമുക്ക് അതുപോലത്തെ ഒരു സാധനം മേടിച്ച് കഴിച്ചാലോ? എടാ മെൽവിനെ, ഇത് നീയായിരുന്നോ? ടെൻഡി ഞങ്ങളുടെ കൂടെ പഠിച്ച ക്രിസ്റ്റഫർ ജോൺ ആണോ? നിനക്കനെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇത് ഞാൻ തന്നെയാ. ആ ഓക്കേടാ, അങ്ങനെ അങ്ങ് പോയാലോ. നീ ഇപ്പൊ എന്നാ പരിപാടി? എടാ ക്രിസ്റ്റഫറെ, ഞങ്ങളിപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുക. നീ ഇപ്പൊ എന്നാ പരിപാടി? എനിക്കിപ്പോ ബിസിനസ് അല്ലേ, റിയൽ എസ്റ്റേറ്റ്, വണ്ടി കച്ചവടം, അങ്ങനെ പല പരിപാടിയുണ്ട്. നിങ്ങൾ പല ഇഷ്ടത്തിലാണെങ്കിലും കല്യാണം കഴിക്കുന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. നീ പണ്ടത്ര ഉഴപ്പ് കിടന്നപ്പോ നീ രക്ഷപ്പെടുമെന്നൊന്നും ഓർത്തില്ല. നീ ഇവളുടെ പുറകെ നടന്നൊക്കെ ഞങ്ങൾക്കറിയാം. അതൊക്കെ ചെറുപ്പത്തിൽ നടന്നല്ലേ. ഇപ്പൊ എനിക്ക് ഒരുപാട് പ്രപ്പോസൽ വരാറുണ്ട്, പക്ഷെ ഞാനതൊന്നും അക്സെപ്റ്റ് ചെയ്യാറില്ല. എന്നാ ശരി. എന്നാ പോക്കാടാവേ. നിങ്ങൾ ഇൻഫോ പാർക്കിലേക്ക് ജോലി ചെയ്ത് എണ്ണി ചുട്ടാപ്പം പോലെയല്ലേ ശമ്പളം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ചെലവ് എന്റെ വക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മേടിച്ചു വെച്ചു. ആ നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കഴിച്ചോ. കഴിക്കാൻ വേണ്ടി ഇവിടെ എന്തൊക്കെയാ ഇന്ന് സ്പെഷ്യൽ ഉള്ളത്, അത് മൊത്തം എടുത്തോ. അല്ലേടി നല്ല ഫുഡായിരുന്നു അല്ലേ? എന്നാ ശരിയുടെ ക്രിസ്റ്റഫർ, ഞങ്ങൾ വിട്ടേക്കുവാ. അയ്യോ എടി, പേഴ്സെടുക്കാൻ മറന്നു. നമുക്ക് അവിടെ വരെ ഒന്നും കൂടെ പോയിട്ട് വന്നാലോ? വാ. 10,000 രൂപ ബില്ല് തരാതെ നിന്നെ ഇവിടുത്തെ പ്രശ്നമില്ല. പണിയെടുക്കടാ. നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കി. എടോ ഇതും കൂടെ പണ്ടവരോട് ഇഷ്ടം പറഞ്ഞപ്പോ നാളെ കെട്ടു. ഇപ്പൊ നാളെ കെടാതിരിക്കാൻ വേണ്ടി ചെയ്താ. ഇത്രയും ബില്ലുണ്ടാക്കി ഞാൻ വിചാരിച്ചില്ല. ഇത് കഴിഞ്ഞിട്ട് കക്കൂസ് കിട്ടാറുണ്ട്. വേഗം കഴിഞ്ഞിട്ട് വാ. അയ്യേ